നോക്കൂ, ഞാൻ ഒന്ന് രണ്ട് ഉദ്ധരണികൾ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വേദിയിൽ നോക്കി സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. നോക്കൂ, നിങ്ങൾ മഹാനായ സ്വഹീഹുൽ ബുഖാരിയിൽ കാണാൻ ഒരു ഇബാറത്ത്, സ്വഹീഹുൽ ബുഖാരിയിൽ കാണാൻ ഹദീസ്. എന്താണ് ഹദീസ്? ഇന്ന അഹദക്കും യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമാ. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ 4 ദിവസം. സുമ്മ യകൂനു അലഖതൻ മിസ്ല ദാലിക. പിന്നെ അതുപോലെ തന്നെ മാംസപിണ്ഡമായി രക്തപിണ്ഡമായി 4 ദിവസം. അതുപോലെ തന്നെ 40 ദിവസം. അതുപോലെ സുമ്മ യകൂനു മുദ്ഗതൻ മിസ്ല ദാലിക. പിന്നെ മാംസപിണ്ഡമായി അതുപോലെ തന്നെ 40 ദിവസം. സുമ്മ യുബ്അസുല്ലാഹു മലക്കൻ ഫയുമറു ബി4 കലിമാത്തിൻ. പിന്നെ അല്ലാഹു തആല ഒരു മലക്കിനെ നിശ്ചയിക്കും. 4 കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ ഒരു മലക്കിനെ നിശ്ചയിക്കും. വയുഖാലു ലഹു ഉക്തുബ് അമലഹു വറിസ്ഖഹു വഅജലഹു വശഖിയ്യുൻ ഔ സഈദുൻ. ഗർഭത്തിൽ കിടക്കുന്ന കുട്ടി, ആ കുട്ടി വലുതായാൽ മരിക്കുന്നത് വരെ ആ കുട്ടി ചെയ്യുന്ന അമലുകൾ, ആ കുട്ടിയുടെ ഭക്ഷണം, ആ കുട്ടിയുടെ ആയുസ്, വശഖിയ്യുൻ ഔ സഈദുൻ, ആ കുട്ടി നരകക്കാരനാണോ ആ കുട്ടി സ്വർഗ്ഗക്കാരനാണോ എന്ന കാര്യം ഒരു മലക്കിനെ കൊണ്ട് രേഖപ്പെടുത്താൻ, ലിസ്റ്റ് ഉണ്ടാക്കാൻ ഒരു മലക്കിനെ കൊണ്ട് അല്ലാഹു കൽപ്പിക്കും. എപ്പ കൽപ്പിക്കും? അത് കൽപ്പിച്ചതിന് ശേഷമാണ് ആ കുട്ടിക്ക് റൂഹ് ഊതുന്നത്. അപ്പൊ കുട്ടിക്ക് റൂഹ് ഊതുന്നതിന് മുമ്പ് തന്നെ ഓരോരോ ആളുകളും ശഖിയാണോ സഈദാണോ നരകക്കാരനാണോ സ്വർഗ്ഗക്കാരനാണോ എന്ന ലിസ്റ്റ് അല്ലാഹു തആല മലക്കുകളെ കൊണ്ട് തയ്യാറാക്കിക്കുമെന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇനി നോക്കൂ, നിങ്ങൾക്ക് ആയത്ത് കാണാം. സൂറത്തുൻ നംലിലെ 75-ാമത്തെ ആയത്ത്. ഏതാണ്? സൂറത്തുൻ നംലിലെ 75-ാമത്തെ ആയത്ത്. മോനെ വേഗം വരട്ടെ. വമാ മിൻ ഗായിബത്തിൻ ഫിസ് സമാഇ വൽ അർളി ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. സൂറത്തുൻ നംലിന്റെ 75-ാമത്തെ ആയത്ത്. എന്താണ് ആയത്തിലുള്ളത്? ആകാശത്തിലോ ഭൂമിയിലോ മറഞ്ഞു കിടക്കുന്ന യാതൊരു കാര്യവും സ്പഷ്ടമായ ഒരു രേഖയിൽ രേഖപ്പെടുത്താതിരുന്നിട്ടില്ല. ഭൂമിന്റെ ഉള്ളിലും ആകാശത്തിനുള്ളിലും മറഞ്ഞു കിടക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യന്റെ കാര്യം, മലക്കിന്റെ കാര്യം, ഭൂമിയുടെ കാര്യം, ആകാശത്തിന്റെ കാര്യം, ജനനം മരണം തുടങ്ങി എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്തുൻ നംലിന്റെ 75-ാമത്തെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ബഹുമാനപ്പെട്ട റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുത്തൊരു വിശദീകരണം കാണാം. മോനാ തഫ്സീറിന്റെ ആ ഭാഗം വരട്ടെ. എന്താണ് എഴുതിയത്? വമാ മിൻ ഗായിബത്തിൻ എന്ന് പറഞ്ഞാൽ മിൻ സിർരിൻ ഖഫിയ്യിൻ, വളരെ രഹസ്യമായ കാര്യങ്ങൾ, ഫിസ് സമാഇ വൽ അർളി മിൻ അഹ്ലിസ് സമാഇ വൽ അർളി, ആകാശത്തും ഭൂമിയിലുള്ള എല്ലാ രഹസ്യമായ കാര്യങ്ങളും, ഇല്ലാ ഫീ കിതാബിൻ മുബീൻ എന്ന് പറഞ്ഞാൽ ഇല്ലാ മക്തൂബുൻ ഫിൽ ലൗഹിൽ മഹ്ഫൂളി, എല്ലാം ലൗഹിൽ മഹ്ഫൂളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ലൗഹിൽ മഹ്ഫൂളിൽ രേഖപ്പെട്ട് കിടക്കാത്ത ഒരു കാര്യവുമില്ല എന്ന് സൂറത്തുൻ നംലിലെ 75-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്തത്. എന്നാൽ ഈ രേഖപ്പെട്ട് ലൗഹൽ മഹ്ഫൂളിൽ രേഖപ്പെട്ട് കിടക്കുന്ന ഈ കാര്യങ്ങൾ നോക്കാനും അറിയാനും കഴിയുമോ എന്നതാണ്. നോക്കാനും കഴിയും, അറിയാനും കഴിയും. നോക്കൂ, നിങ്ങൾ തഫ്സീറുർ റാസിയിൽ ഒരു ഹദീസ് കാണാം. വഖാല അലൈഹി സ്വലാത്തു വസ്സലാം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗലാ അന്ന ശയാത്തീന യഹൂമൂന അലാ ഖുലൂബി ബനി ആദം, മനുഷ്യന്റെ ഹൃദയത്തിൽ പിശാച് ആധിപത്യം സ്ഥാപിച്ചില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യന്റെ ഹൃദയത്തിൽ പിശാച് ആധിപത്യം സ്ഥാപിച്ചില്ലായിരുന്നുവെങ്കിൽ ലനളറു ഇലാ മലകൂതി സമാവാതി, മലകൂതു സമാവാതിലെ ലൗഹൽ മഹ്ഫൂദിലുള്ള മുഴുവൻ കാര്യങ്ങളും കാണാൻ നല്ല മനുഷ്യന്മാർക്ക് സാധിക്കുമായിരുന്നു. പക്ഷെ മനുഷ്യരുടെ ഹൃദയത്തിൽ പിശാച് ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ ആധിപത്യം സ്ഥാപിക്കാത്ത നല്ല തെളിഞ്ഞ ഹൃദയമുള്ള നല്ല മനുഷ്യന്മാർക്ക് അത് കാണാൻ കഴിയുമെന്ന് വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, തഫ്സീറുർ റാസിയുടെ മറ്റൊരു ഇബാറത്ത് കൂടെ കാണാം. ഇനി കേട്ടോളൂ, ഇതാണ് വളരെ ചിന്തിക്കേണ്ട ഒരു ഭാഗം. എന്താണ് ഇമാം റാസി തങ്ങൾ പറഞ്ഞത്? അന്നൽ അഖായിദൽ ഫാസിദത വൽ അഖ്ലാഖൽ ദമീമത. ഈ ഇബാറത്ത് വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. എന്താണ് ഇമാം റാസി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്? അന്നൽ അഖായിദൽ ഫാസിദത, പിഴച്ചുപോയ വിശ്വാസം. നിങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. വഹാബികളെ പറ്റി, ജമാഅത്ത് തബ്ലീഗാദി പോലെയുള്ള പിഴച്ചുപോയ ബിദ്അത്തിന്റെ ആളുകളെ സംബന്ധിച്ച്, വിശ്വാസത്തിൽ വൈകല്യം വന്നവരെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്.
അന്നൽ അഖായിദൽ ഫാസിദത വൽ അഖ്ലാഖൽ ദമീമത, മോശപ്പെട്ട സ്വഭാവക്കാർ, വേണ്ടാത്ത ബിദ്അത്തിന്റെ വിശ്വാസക്കാർ, ഇങ്ങനത്തെ വിശ്വാസവും ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടായാൽ ആ സ്വഭാവങ്ങളൊക്കെ ഫഇദാ സാലത്ത് ഫഖദ് ഹസല ശിഫാഉ ലിൽ ഖൽബി, അതങ്ങോട്ട് നീങ്ങിപ്പോയാൽ, ബിദ്അത്ത് നീങ്ങിപ്പോയാൽ ഹൃദയം ശുദ്ധിയാകും. അങ്ങനെ ഹൃദയം ശുദ്ധിയായാൽ വസ്വാറ ജൗഹറുർ റൂഹി മുതഹ്ഹറൻ അൻ ജമീഇൻ നുഖൂശിൽ മാനിഅതി അൻ മുതാലഅതി ആലമിൽ മലകൂതി,